വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇന്ത്യയിലെ ഉരുൾപൊട്ടലുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ നടന്നത് കേരളത്തിലാണെന്ന് നമുക്ക് കാണാം. എന്നാൽ കേരളത്തിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടൽ സംഭവിക്കാൻ സാധ്യതയെന്നും നിങ്ങളുടെ സ്വന്തം നാട് ആ ലിസ്റ്റിലുണ്ടോ എന്നും നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? 7 വർഷത്തിനിടെ ഇന്ത്യയിൽ 3728 ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ അതിൽ 2239 എണ്ണവും കേരളത്തിലായിരുന്നു സംഭവിച്ചത്. അതിനു പുറമെ നിരവധി ചെറിയ ഉരുൾപൊട്ടലുകളും വിവിധ ജില്ലകളിൽ നാശം വിതച്ചിരുന്നു. വനനശീകരണം, ഭൂമികയ്യേറ്റം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, പരിസ്ഥിതിക്ക് യോജിക്കാത്ത കൃഷിരീതികൾ, അനധികൃത ക്വാറികളുടെ പ്രവർത്തനം എന്നിവയാണ് കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ISRO അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൽ കേരളം 1-ാം സ്ഥാനത്താണ്. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ISRO പുറത്തുവിട്ട പട്ടികയിലാണ് ഇക്കാര്യം പറയുന്നത്. 17 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 147 ജില്ലകൾ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. പട്ടിക പ്രകാരം ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 19 സംസ്ഥാനങ്ങളാണുള്ളത്. ISRO സ്ഥാപനമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ 2023 ഫെബ്രുവരിയിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. പട്ടികയനുസരിച്ച് ദേശീയ തലത്തിൽ വയനാട് 13-ാമതും കേരളത്തിൽ 5-ാം സ്ഥാനത്തുമാണുള്ളത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. മറ്റ് 13 ജില്ലകളും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാലാണ് ലാൻഡ്സ്ലൈഡ് അറ്റ്ലസിൽ സംസ്ഥാനം 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളാണ് കൂടുതലായി ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത്. ഈ പ്രദേശങ്ങളുടെ 90,000 കിലോമീറ്റർ വരുന്ന ഭാഗങ്ങൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായാണ് ISRO പറയുന്നത്. ഇതിനു പുറമെ രാജ്യത്തിൻ്റെ 4,20,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതയുള്ളവയാണെന്നും ISRO പറയുന്നു. അതേസമയം കേരളത്തിന് പുറമെ ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മിസോറം, മഹാരാഷ്ട്ര എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മറ്റു സംസ്ഥാനങ്ങൾ. റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ജനസാന്ദ്രതയാണ് ഉരുൾപൊട്ടലിൽ സംസ്ഥാനത്തിന് വെല്ലുവിളിയാകുന്നത്. ഉയർന്ന ജനസാന്ദ്രത ദുരന്തങ്ങളിലെ മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു. അതേസമയം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും കുറഞ്ഞ ജനസാന്ദ്രത മരണനിരക്കിനെ കുറയ്ക്കുന്നു എന്നതാണ് സത്യം. ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കാക്കി മലഞ്ചെരിവുകളെ വിവിധ മേഖലകളായി വിഭജിച്ചുകൊണ്ട് മണ്ണിടിച്ചിൽ അപകട സാധ്യതാ മേഖല അഥവാ ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ മാപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലെ ഓരോ ജില്ലയിലെയും പ്രദേശങ്ങളാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ ബളാൽ, കല്ലാർ, മാലോത്ത്, പാണത്തടി, പനയാളം, തായന്നൂർ, വെസ്റ്റളേരി എന്നീ സ്ഥലങ്ങളും, കണ്ണൂർ ജില്ലയിൽ അയ്യങ്കുന്ന്, ചെറുവഞ്ചേരി, കാണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മാനത്താന, തോലമ്പ്ര, വെക്കളം, ആലക്കോട്, എരുവശ്ശേരി, നടുവിൽ, നുച്ചിയാട്, പയ്യന്നൂർ, പുളിങ്ങോം, തിമിരി, തിരുമേനി, വയക്കര, വയത്തൂർ, വെള്ളാട് എന്നീ സ്ഥലങ്ങളും, വയനാട് ജില്ലയിൽ അച്ചൂരാനം, കോട്ടപ്പടി, കുന്നത്തിടവക, മൂപ്പൈനാട്, മുട്ടിൽ സൗത്ത്, പടിഞ്ഞാറത്തറ, പൊഴുതന, തരിയോട്, തൃക്കരിപ്പറ്റ, വെള്ളരിമല, കാഞ്ഞിരങ്ങാട്, മാനന്തവാടി, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടനാട്, തൃശ്ശിലേരി, വെള്ളമുണ്ട എന്നീ സ്ഥലങ്ങളും, കോഴിക്കോടിൽ കൂടരഞ്ഞി, തിരുവമ്പാടി, നെല്ലിപ്പൊയിൽ, കോടഞ്ചേരി, പുതുപ്പാടി, കേടവൂർ, കൂരാച്ചുണ്ട്, കാന്തലാട്, ചക്കിട്ടപ്പാറ, ചെമ്പനോട്, ചെക്കിയാട്, കാവിലുംപാറ, കരയക്കോടി, മരുതോങ്കര, നരിപ്പറ്റ, തിന്നൂർ, വളയം, വിലങ്ങാട് എന്നീ സ്ഥലങ്ങളും, മലപ്പുറം ജില്ലയിൽ അമരമ്പലം, ചോക്കാട്, കാളിക്കാവ്, കേരള എസ്റ്റേറ്റ്, കരുവാരക്കുണ്ട്, കരുളായി, വഴിക്കടവ്, ചുങ്കത്തറ, കുറുമ്പിലങ്ങോട്, അകമ്പാടം, പുള്ളിപ്പാടം, വെറ്റിലപ്പാറ, ഉറങ്ങാതിർ എന്നീ സ്ഥലങ്ങളും, പാലക്കാട് ജില്ലയിൽ അലനല്ലൂർ 1, കോട്ടപ്പാടം 1, കോട്ടപ്പാടം 2, മണ്ണാർക്കാട് 1, പടവയൽ, പാലക്കയം, പയ്യനയം, പുതൂർ, ഷോളയാർ, ഇളവഞ്ചേരി, കൊല്ലങ്കോട് 2, മുതലമട, നെല്ലിയാമ്പതി, മംഗലം ഡാം, കിഴക്കഞ്ചേരി, പുതുപരിയാരം 1, മലമ്പുഴ, പുതുശ്ശേരി ഈസ്റ്റ് എന്നിവയും, തൃശ്ശൂരിൽ പരിയാരം, പീച്ചി, പാണച്ചേരി എന്നീ സ്ഥലങ്ങളും, ഇടുക്കി ജില്ലയിലാണെങ്കിൽ കണ്ണൻദേവൻ ഹിൽസ്, കീഴാന്തൂർ, കൊട്ടാക്കമ്പൂർ,
കാന്തല്ലൂർ, കുഞ്ചിത്തണ്ണി, മാങ്കുളം, മറയൂർ, മന്നാംകണ്ടം, പള്ളിവാസൽ, വട്ടവട, വെള്ളത്തൂവൽ, പെരുവന്താനം, മഞ്ഞുമല, ആനവിലാസം, അയ്യപ്പൻകോവിൽ, തങ്കമണി, ഉപ്പുതോട്, പാറത്തോട്, കൊന്നത്തടി, ബൈസൺവാലി, ചിന്നക്കനാൽ, പൂപ്പാറ, രാജകുമാരി, രാജക്കാട്, കുടയത്തൂർ, ഇലപ്പള്ളി, അറക്കുളം, ഇടുക്കി, ഉടുമ്പന്നൂർ, കന്നിക്കുഴി, വണ്ണപ്പുറം എന്നിവയും കോട്ടയം ജില്ലയിൽ കൊണ്ടൂർ, പൂഞ്ഞാർ തെക്കേക്കര, പൂഞ്ഞാർ വടക്കേക്കര, പൂഞ്ഞാർ നടുംഭാഗം, തീക്കോയി, മുന്നിലവ്, മേലുകാവ്, മുണ്ടക്കയം, കൂട്ടിക്കൽ, എരുമേലി നോർത്ത്, എരുമേലി സൗത്ത് എന്നീ പ്രദേശങ്ങളും പത്തനംതിട്ടയിൽ ചിറ്റാർ, സീതത്തോട്, പെരുനാട്, അരുവാപ്പാലം, തണ്ണിത്തോട് എന്നീ സ്ഥലങ്ങളും കൊല്ലം ജില്ലയിൽ കുളത്തുപുഴ, ആര്യങ്കാവ്, തെന്മല, ഇടമൺ, പിറവന്തൂർ, പുനലൂർ എന്നീ പ്രദേശങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി, വാഴിച്ചാൽ, വെള്ളറട, കണ്ണിക്കാട്, പെരുംകടവിള, മണ്ണൂർക്കര, വിതുര, തെന്നൂർ, പെരിങ്ങമല എന്നീ സ്ഥലങ്ങളുമാണ് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത കണക്കാക്കി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ചവ. ഈ ലിസ്റ്റിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ മണിക്കൂറുകൾ നിർത്താതെ മഴ പെയ്യുകയോ ഉരുൾപൊട്ടലിൻ്റെയോ മറ്റോ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ അധികൃതരുടെ മുന്നറിയിപ്പിന് കാത്തുനിൽക്കാതെ ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് മാറി താമസിക്കാൻ ശ്രദ്ധിക്കണം. ഏതായാലും ഇനിയും ഒരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.